ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആക്ടർ ജയൻ രവി, ഇപ്പോൾ അദ്ദേഹം പേര് മാറ്റിയിട്ടുണ്ട്, രവി മോഹൻ എന്നാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടത് കാണും. അപ്പോൾ മിക്കവരും പറയുന്നത് അദ്ദേഹം ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് അദ്ദേഹം അഭിനയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കള്ളത്തനമാണ് എന്നൊക്കെ രീതിക്ക് പലതും പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതാണോ വാസ്തവം? ഈ ആൾക്കാർ പറയുന്നത് ഒരു സത്യമാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ ഭാര്യ ആർതിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും അവരുടെ ജയരവിയുടെ വീട്ടുകാർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും അവരുടെ വിവാഹത്തിന് അവർ സമ്മതം കൊടുത്തു. അങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത് തന്നെ. കാരണം ആർതി എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിൻ്റെ മകളാണ്. രവി മോഹൻ എന്ന് പറയുന്നത് ഒരു സാധാരണ എഡിറ്ററിൻ്റെ മകനാണ്. അവർക്ക് കോടിക്കണക്കിന് ആസ്തിയോ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ജയൻ രവി, അതായത് രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയിലൂടെയാണ് അവരുടെ ജീവിതം വളർന്നു വരുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്നാണ് രവി മോഹൻ എല്ലാം നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രണയ വിവാഹത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നവർ എല്ലാം ഒത്തുകൂടി കല്യാണം നടത്തി ഒരു നല്ല മാതൃകാ ദമ്പതിമാരായിട്ട് ജീവിച്ചു വരികയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇവർ തമ്മിലുള്ള എന്ത് ഫങ്ഷൻസ് ആയാലും അല്ലെങ്കിൽ എന്ത് ഫോട്ടോസ് ഇവരെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആണ് ഈ രണ്ടുപേരും ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കിയത്. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതിന് മുമ്പൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൽ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം 2024 ഇവർ വിവാഹമോചിതരാവുന്നത് എന്നത്, അതായത് വേർപിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ സമയത്ത് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചാനലിലും പോയി ആ വീഡിയോസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കുമായിരുന്നു. അപ്പോൾ 2024 ഈ ഒരു വേർപിരിയലിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ വേർപിരിയുന്നത് ജയൻ രവി എല്ലാം വിട്ടെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്ന രീതിക്കാണ് വാർത്ത വരുന്നത് തന്നെ. ആ സമയത്ത് സൈറൻ എന്ന് പറയുന്ന മൂവിയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ ജയൻ രവി കഥയോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല, സിനിമയൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷമാണ് കെനീഷ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക്, രവി മോഹൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവർ പറയുന്നത് ഒരു കെനീഷ എന്ന് പറയുന്ന വ്യക്തി വന്നതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം അതല്ല, ഇതിനു മുൻപേ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷമാണ് കെനീഷ എന്ന് പറയുന്ന കൂട്ടുകാരി ജയൻ രവിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ വിഷയം എന്താണോ അവരുടെ ഫാമിലിക്കുള്ളിൽ നടന്ന വിഷയം, ആ വിഷയം രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തി തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അതിനെ മൂടിക്കെട്ടി വെക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അത് പുറത്ത് വരുമായിരിക്കും. ഒരു മാതൃകാ ദമ്പതിമാരായിട്ട് ഭയങ്കര വിശ്വസ്തമായിട്ട് ജീവിച്ചവരായിരുന്നു. കാരണം രവി മോഹൻ തന്നെ പറയുന്നുണ്ട്, അയാൾക്കൊരു അക്കൗണ്ട് ഇല്ല എന്നും അയാൾക്കൊരു പേഴ്സ് പോലും ഇല്ല എന്നും ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യക്കുറവ് കാരണം ആരും ഒരു ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനായിട്ട് ആരും ശ്രമിക്കില്ല. അതിന് തക്കതായ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് മാറും. ഇപ്പോൾ രവി മോഹൻ ചെയ്തതിന് മാത്രം ഇവരെ ഭാഗത്ത് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. കാരണം രവി മോഹൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, അങ്ങനെ അറിയാൻ വേണ്ടി മാത്രം ഇവർ ഒരു ടീം ഉണ്ടാക്കി അതിനെ മാത്രം ചൂണ്ടിക്കാണിച്ച് പുറത്ത് വരുന്നു എന്ന അതൊരു പുറത്ത് വരുന്ന വീഡിയോസ് അതങ്ങനത്തെ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. ഈ ആർതിയുടെ അമ്മയാണെങ്കിലും മകളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ അവരുടെ സ്വന്തം കുട്ടികളെ പോലും ഇവർ കാണിക്കുന്നില്ല. സ്വന്തം കുട്ടികളെ കാണിക്കാതിരിക്കാൻ അവർക്കൊരു അവകാശവുമില്ല. കാരണം ജയൻ രവിയുടെ കൂടെ മക്കളാണല്ലോ അവർ. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഇവർ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തനം ഉള്ളതുപോലെ ഒരു ഫീലുണ്ട്. മുമ്പ് ഞങ്ങൾ ചെന്നൈയിലായിരുന്ന സമയത്ത് ഇതിനെപ്പറ്റി കുറച്ച് പേരെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ മുഴുവൻ കാര്യം ഞാൻ തുറന്ന് പറയുന്നില്ല. കാരണം അത് പിന്നീട് ഞാൻ പറഞ്ഞതിൽ വെച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാനിടയായി. അതുകൊണ്ട് ജയൻ രവി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തി, ഈ വിഷയങ്ങളൊക്കെ അത് പുറത്ത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. ചിലപ്പോൾ അത് ഉടനെ തന്നെ പുറത്ത് വരുമായിരിക്കാം. അതുവരെ ഈ കള്ളത്തരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരും. രവി മോഹൻ്റെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ആർതിയുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും. അപ്പോൾ നിയമപരമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന തമിഴ് ഓഡിയൻസ് ആയാലും അല്ലെങ്കിൽ മലയാളീസ് ആയാലും ഇഷ്ടം പോലെയുണ്ട്. ഒരു ആ സിനിമയുടെ പേര് ഞാൻ മറന്നു, എന്നാലും ആ പാട്ട് എനിക്ക് ഓർമ്മ, ചെന്നൈ സെന്തമീൻ, ആ ഒരു പാട്ട് വെച്ചിട്ടാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ജയം രവി എന്ന് പറയുന്ന, അതായത് രവി മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്.
ആ ഒരു കാരണം വെച്ച് തന്നെ കേരളത്തിൽ ഒരു വിജയ് സൂര്യ ഫാൻസിന് ശേഷം അവർ ഏറ്റവും കൂടുതൽ രവി മോഹൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മറന്നേക്ക് പുറത്ത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും അയാളെ ഒരു വല്ലാതൊരു ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ അത് മാറ്റി നിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അയാൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവർക്കൊന്നും ഒരു നഷ്ടമില്ല. കാരണം അവർക്ക് ഒന്നിനെ പറ്റി പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് മാത്രമാണ് പോകുന്നത്. അത് ഭാര്യയ്ക്ക് ഡിവോഴ്സ് വേണ്ട എന്ന് പറയുന്നെങ്കിലും ഭാര്യ അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവി മോഹൻ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വേറൊരു ഡിവോഴ്സായ വ്യക്തിയും കൂടെ വന്നിരുന്നു ആ കുടുംബത്തിൽ. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പുറത്ത് വന്നാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് രവി മോഹൻ എന്നാണോ തുറന്ന് പറയുന്നത് അന്ന് ഈ പ്രശ്നങ്ങളും തീരും. അപ്പോൾ രവി മോഹൻ എത്രയും പെട്ടെന്ന് എല്ലാം മാറ്റിവെച്ച് നിയമപരമായി എല്ലാം നേരിട്ട് സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. താങ്ക് യു.